നോക്കൂ, സുരേഷ് ഗോപി 2014 മുതൽ അവിടെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആളാണ്. അദ്ദേഹം തൃശൂർ മണ്ഡലത്തിൽ അടുത്ത വട്ടവും മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്നുള്ള താല്പര്യമുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അവിടെ ചെന്ന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ എന്താണ് നിയമവിരുദ്ധമായിട്ട് എന്ത് പ്രവർത്തനമുള്ളത്? നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെ വിശ്വാസമില്ലെന്ന് പറയുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും ഇവിടെ നടന്നിട്ടുള്ള പ്രക്രിയ തന്നെ അട്ടിമറിക്കപ്പെട്ടതാണെന്നും അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് തന്നെ ഇല്ലെജിറ്റിമേറ്റ് ആണെന്ന് പറയുകയും ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് അസാധുവല്ലേ? കേരളത്തിൽ കൂടി തൃശൂർ അടക്കം ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉണ്ടായ 2 പ്രതികരണങ്ങൾ കൂടി കാണാം നമുക്ക്. പല ലിസ്റ്റുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പൊ നോക്കുമ്പോൾ ഇവിടെയും ഇല്ല അവിടെയും ഇല്ലാതെ നിൽക്കുന്ന ഒരിടത്തും പേരില്ലാത്ത ആളുകളായിട്ട് ഇപ്പോൾ കുറേ ആളുകളുടെ പേരുകൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കറണ്ട് ആയിട്ടുള്ള ലിസ്റ്റ് പരിശോധിക്കാൻ കഴിയുന്ന കമ്പയർ ചെയ്ത് പരിശോധിക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒളിച്ചു വെക്കാനുണ്ടതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമാക്കണം. ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന ചില പേരുകൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെയുള്ള പേരുകാരെ അടുത്ത വീട്ടുകാർക്ക് അടുത്ത റൂമിൽ താമസിക്കുന്ന എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പല സർവേകളും പറഞ്ഞത്, പല ചാനലുകളും നടത്തിയ സർവേയിൽ ഐദർ UDF ഓർ LDF അതാ പറഞ്ഞു. ഒരിടത്തും BJPയുടെ വിജയം പ്രവചിച്ചിട്ടില്ല. അടുത്ത ശങ്കുടിദാസ്, തൃശ്ശൂരിലെ അടക്കം തിരഞ്ഞെടുപ്പ് അട്ടിമറികൾ, സുരേഷ് ഗോപിയുടെ കുടുംബമടക്കം അദ്ദേഹത്തിന്റെ അനിയന്റെ കുടുംബമടക്കം വോട്ട് രേഖപ്പെടുത്തി അതിനുവേണ്ടിയുള്ള താൽക്കാലിക സാഹചര്യങ്ങൾ ഉണ്ടാക്കി ശേഷം അവിടെ നിന്ന് പോയി തുടങ്ങിയ ആരോപണങ്ങൾ കേരളത്തിലടക്കം ഉന്നയിക്കപ്പെടുകയാണ്. ഇപ്പോൾ നേരത്തെ ഈ വോട്ടർ പട്ടികയുടെ പരിമിതികളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ചയിൽ പറയുകയുണ്ടായി. പക്ഷേ അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റയാണല്ലോ ഈ സരിതാ ദേവി എന്ന് പറയുന്ന ഒരൊറ്റ ആൾ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് IFSD LHUG എന്നാണ്, ഹൗസ് നമ്പർ 0 എന്നാണ്. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റയാണ്. ഇലക്ഷൻ കമ്മീഷനാണ് അതിൽ കൃത്യത വരുത്തേണ്ടത്. അത് ഇനിയിപ്പോൾ കൊണ്ടുപോയി സത്യവാങ്മൂലം കൊടുത്താൽ മാത്രമേ ഞാൻ ഇതിൽ മിണ്ടുകയുള്ളൂ അല്ലെങ്കിൽ മിണ്ടുകയില്ല എന്ന നിലപാട് സ്വീകരിക്കുക ശരിയല്ലല്ലോ. കേരളത്തിൽ നിങ്ങൾ ഏറ്റവും അഭിമാനപൂർവ്വം കാണുന്ന ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കൂടി വരുന്ന പശ്ചാത്തലത്തിൽ നോക്കൂ, ഒന്നാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടർ ലിസ്റ്റ് അല്ല നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത്. രണ്ടും തയ്യാറാക്കുന്ന 2 സംവിധാനത്തിലാണ്. ആളുകൾക്ക് അതിനിടയിൽ വോട്ട് മാറാനൊക്കെയുള്ള അവകാശമുണ്ട്. 2024 തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചെയ്തിട്ടുള്ള ഒരാള് 2025 ഡിസംബർ മാസത്തിൽ അവിടെ തന്നെ താമസിക്കുന്നത് യാതൊരു നിയമമില്ല. അദ്ദേഹത്തിന് വോട്ട് മാറ്റാനുള്ള അവകാശമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ എനിക്ക് പറയാൻ നിങ്ങൾ സമയം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആദ്യത്തെ കാര്യം, നമ്മൾ ഈ ചർച്ചയിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ഒതന്റിസിറ്റിയെ പറ്റി പറയുന്നത്, അതിന്റെ ആധികാരികത അല്ലെങ്കിൽ അതിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കാൻ നിങ്ങൾ പറയുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ ലാഘവത്തോടുകൂടി കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ നോക്കി, എങ്ങനെയാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാകുന്നത്? അദ്ദേഹം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ്. നമ്മുടെ ലോക്സഭയിലെ 540 അംഗങ്ങളിൽ 10% വോട്ടുള്ള പാർട്ടിക്ക് പ്രതിപക്ഷ നേതാവാകാൻ കഴിയുള്ളൂ. കഴിഞ്ഞ 2 ടേമിലും അവർക്ക് 54 MP ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. ഇത്തവണ UPAക്ക് 99 സീറ്റ് കിട്ടിയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നത്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെ വിശ്വാസമില്ലെന്ന് പറയുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും ഇവിടെ നടന്നിട്ടുള്ള പ്രക്രിയ തന്നെ അട്ടിമറിക്കപ്പെട്ടതാണെന്നും അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് തന്നെ ഇല്ലെജിറ്റിമേറ്റ് ആണെന്ന് പറയുകയും ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് അസാധുവല്ലേ? ഇലക്ഷൻ പ്രക്രിയ എന്ന നിലയ്ക്ക് അതിനെ പരിഗണിക്കുമ്പോൾ ഒരാൾ ജയിക്കുന്നു, ഒരാൾക്ക് കുറവ് വോട്ട് കിട്ടുന്നു. ആ കുറവ് വോട്ട് കിട്ടിയ ആൾ ആണ് പറയുന്നത് ഇതിൽ കൂടിയ വോട്ടുകൾ കിട്ടിയത് ശരിയായ രീതിയിലല്ല എന്ന്. അത് എന്റെ വോട്ട്, ഞാൻ ഇത്രയെങ്കിലും എനിക്ക് 4 വോട്ടെങ്കിലും കിട്ടിയത് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സാധുവാണ് എന്ന് വിചാരിക്കണം എന്ന് പറയുന്നത് കുറച്ച് ബാലിശമാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ ശരിയാണെന്ന് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ ലിസ്റ്റ് അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ ലിസ്റ്റ് എന്നുള്ളത്. പക്ഷേ സ്വന്തം കുടുംബത്തിൽ ഒരാൾ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിലേക്ക് താൽക്കാലികമായി വോട്ട് ചേർക്കുക, അതിനുശേഷം അവിടെ നിന്ന് തിരികെ പോരുക എന്ന് പറയുന്നതിൽ ഒരു നിക്ഷിപ്ത താല്പര്യമുണ്ട്. ഒരു താല്പര്യമില്ല. 6 മാസം ഒരു മണ്ഡലത്തിൽ സ്ഥിരതാമസം നടത്തുന്ന ഒരാൾക്ക് ആ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ മണ്ഡലത്തിൽ സ്ഥിരതാമസമാക്കാനുള്ള കാരണം എന്താണ് എന്നൊരു കാര്യം കൂടിയുണ്ടല്ലോ. അത് അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ അനിയന്റെ കുടുംബവും അടക്കം. നോക്കൂ, സുരേഷ് ഗോപി 2014 മുതൽ അവിടെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആളാണ്. അദ്ദേഹം തൃശൂർ മണ്ഡലത്തിൽ അടുത്ത വട്ടവും മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്നുള്ള താല്പര്യമുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അവിടെ ചെന്ന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ എന്താണ് നിയമവിരുദ്ധമായിട്ട് എന്ത് പ്രവർത്തനമുള്ളത്? ഇനി നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന സ്ഥാനം പോലെ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. ഇതിന് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ആ പ്രതിപക്ഷ നേതൃസ്ഥാനവും കോൺഗ്രസിന്റെ 99 MP രാജിവെക്കുകയാണ്. പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ് എങ്കിൽ ചോദ്യം ചെയ്യാൻ പാടില്ലേ?
നോക്കൂ, ഞാൻ പറയുമ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആകെ 3 അല്ല, മിനിറ്റ് ആദ്യഘട്ടത്തിൽ ആരും പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. പക്ഷെ ഞാൻ പറയുകയുണ്ടായി, അത്രമേൽ ചോദ്യങ്ങളില്ലാതെ ഒരു ചോദ്യം ചോദിച്ചിട്ട് 5 മിനിറ്റ് വെറുതെ നോക്കിയിരുന്ന് ചോദിക്കാൻ രണ്ടാം ഘട്ടത്തിൽ കഴിയില്ല എന്ന് പറയുകയുണ്ടായി. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് അത് മനസ്സിലാക്കണം. പറയൂ. നോക്കൂ, ഈ എന്താ പറയാ, ഈ നസ്രയത്തിൽ നിന്ന് നീതി പ്രതീക്ഷിക്കണ്ടല്ലോ എന്നുള്ളത് പറഞ്ഞ പോലെ നിങ്ങളിൽ നിന്ന് ഞാൻ മര്യാദയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് ഈ പറയുന്ന അനീതി ശീലമായിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ വേദനയൊന്നും എനിക്ക് അനുഭവപ്പെടാതെ. ശങ്കുട്ടിദാസ്, അങ്ങനെ നിങ്ങളിൽ നിന്ന് മര്യാദ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് വളരെ വ്യക്തിപരമായ കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞതാണ്, ആദ്യഘട്ടത്തിൽ അങ്ങോട്ട് ഞാൻ 2 തവണ ചോദ്യം ചോദിച്ചു. ആ 2 തവണയും അങ്ങേക്ക് വളരെ വിശദമായി പറയാനുള്ള സമയമുണ്ടായി. അങ്ങനെ പോകാൻ രണ്ടാം ഘട്ടത്തിൽ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഇടവേള പോലും എടുക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കണം. ഞാനൊന്ന് സംസാരിക്കട്ടെ. നിങ്ങൾ സമ്പത്ത് 11 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഒരു അക്ഷരം പോലും ഇടപെടാതെ നിങ്ങൾ കേട്ടിരുന്നു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ രണ്ടാമത്തെ മിനിറ്റ് നിങ്ങൾ ഇടപെട്ടു. നിങ്ങൾ ഈ ചർച്ച എങ്ങനെയാണ് നയിക്കുന്നത്? നിങ്ങൾ തന്നെ രണ്ടാമത്തെ മിനിറ്റിലൊന്നും ഇടപെട്ടില്ല ശങ്കുട്ടിദാസ്. അങ്ങനെ പറയരുത്. അങ്ങനെ അത്തരം ഈ കാര്യങ്ങൾ പറഞ്ഞല്ല ഇതിന്റെ സമയം കളയേണ്ടതെന്ന് പറയും. അല്ല, വേണ്ട, എന്റെ സമയം കളയണമെന്ന് നിങ്ങളുടെ അജണ്ടയാണ്. എന്നെ പറയാൻ സമ്മതിക്കില്ല. അജണ്ടയൊക്കെ അവിടെ നിൽക്കട്ടെ. ശങ്കു മറുപടി പറയും. ഞാൻ മറുപടി പറയാം. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തത്തെ പറ്റി നിങ്ങൾ പറയുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തത്തെ പറ്റി അവരും കൂടി സ്വയം ഒന്ന് ആലോചിക്കണം. ഈ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടിക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിദ്ധീകരിക്കുന്ന സാധനമല്ല. ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പിന് 6 മാസം മുൻപ് പ്രസിദ്ധീകരിക്കുന്ന സംഗതിയാണ്. ഇത് പരിശോധിക്കാനും ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്തൽ വരുത്താനും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും അവസരമുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ ലിസ്റ്റ് 6 മാസം മുൻപ് കിട്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം അത് തിരുത്തുന്നതിനുള്ള അവസരം ഉണ്ടായിരുന്നു. അവസാനം പുതുക്കിയ വോട്ടർ പട്ടിക ജനുവരി മാസത്തിൽ 2ാമത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ തൃശ്ശൂരുള്ള ആരോപണം നിങ്ങൾ പറഞ്ഞല്ലോ, തൃശ്ശൂരിലെ വോട്ട് മറക്കുകയോ അവിടെ എന്തൊക്കെയോ തിരുത്തു വരുത്തുകയോ ചെയ്തു. അതിന് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുള്ള മറുപടി നോക്കൂ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ വോട്ടർ പട്ടികയുടെ പ്രത്യേക സംഗ്രഹ പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക 27/10/2023 പ്രസിദ്ധീകരിക്കുകയും എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും സൗജന്യമായി നൽകുകയും ചെയ്തു. അപ്പൊ 27/10/2023 എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ വോട്ടർ പട്ടിക കിട്ടിയിട്ടുണ്ട്. 27/10/2023 19/12/2023 ഇടയിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്രയും ഫോമുകൾ അപേക്ഷകൾ സ്വീകരിച്ചു. അതിന് ഇത്രയും പരാതികൾ വന്നു. അതൊക്കെ പരിഹരിച്ചു. അതിനുശേഷം ഏറ്റവും അവസാനം അന്തിമ വോട്ടർ പട്ടിക 22/1/2024 പ്രസിദ്ധീകരിച്ചു. എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും വീണ്ടും പകർപ്പുകൾ സൗജന്യമായി കൊടുത്തു. ശരിയാണ്, അത് വളരെ ശരിയായ കാര്യമാണ്. പക്ഷേ അല്ല, ജനങ്ങളോ പാർട്ടിയോ പൗരനോ പാർട്ടിയോ ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എങ്കിൽ പിന്നീട് ഈ ഇലക്ഷൻ കമ്മീഷൻ സംവിധാനത്തിൽ തെറ്റുണ്ടേ എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലേ? ഞാൻ ഈ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റ വെച്ചുകൊണ്ട് നേരത്തെ വീട്ടു നമ്പറും അച്ഛന്റെ പേരും അടക്കം അക്ഷരങ്ങൾ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള പിശകുകൾ കാണിച്ചല്ലോ. അത് ഒരാളുടെ പേരിൽ മാത്രമല്ല, പലരുടെ പേരിലാണ്. അപ്പൊ അങ്ങനെയുള്ള ക്രമക്കേടുകൾ സ്വന്തം ഡാറ്റയിൽ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ പ്രതികരിക്കണം എന്നാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് വിചാരിക്കുന്നത്? രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതായിട്ടുള്ള ക്രമക്കേടുകളൊന്നും അനക്ഡോട്ടൽ എവിഡൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇപ്പൊ മഹാദേവപുരയുടെ കാര്യം ഇവിടെ രാജു പി നായർ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ രാജു പി നായരോട്, ആ മണ്ഡലത്തിൽ തന്നെ രാജാജി നഗർ, അതേപോലെ തന്നെ ചാമരാജ് പേട്ട്, അതേപോലെ തന്നെ ഗാന്ധിനഗർ, ഈ 3 മണ്ഡലങ്ങളിലും BJP ആണ് ലീഡ് ചെയ്തിരുന്നത്. അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞു ഒറ്റ മണ്ഡലത്തിൽ മാത്രം BJP ലീഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാദം തെറ്റാണ്. 1. 2, അദ്ദേഹം പറഞ്ഞിട്ടുള്ള അനക്ഡോട്ടൽ എവിഡൻസ്, ഈ പറയുന്ന ആശിഷ് വിദ്യാർത്ഥി എന്ന് പറയുന്ന ആളുടെ കാര്യം, 800 ആൾക്കാർ ഒരേ ഫ്ളാറ്റിൽ തന്നെ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞ കാര്യം, കർണാടകയിൽ ഒരു കുടുംബം മുഴുവൻ വ്യാജ വോട്ടർമാരാന്നുള്ള കാര്യം, ഇതെല്ലാം ഇവര് തന്നെ വന്ന് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഇദ്ദേഹം ഒരു കുടുംബം പുറത്തു വന്ന് ഞങ്ങളൊക്കെ വ്യാജ വോട്ടർമാരാണ് എന്ന് പറയുമോ? ഇതിപ്പോ രാഹുൽ ഗാന്ധി പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ പുറത്ത് വന്ന് പറയുന്ന മറ്റെല്ലാ ആളുകളെയും എല്ലാവർക്കും വിശ്വാസവുമാണ്. പക്ഷെ 3ാമത്തെ തവണയും ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അങ്ങ് പറയാത്ത ഒരേ ഒരു കാര്യം, സ്വന്തം അച്ഛന്റെ പേരോ വീട്ടു നമ്പറോ രേഖപ്പെടുത്താത്ത വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചിട്ടാണ് ഈ സംവിധാനം മുന്നോട്ട് പോകേണ്ടത് എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതാണ് എന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ചോദ്യം. ഇവിടെ വോട്ടർ ലിസ്റ്റിൽ പ്രശ്നമുണ്ട് എന്നുള്ള വാദം രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയാണെങ്കിൽ വോട്ടർ ലിസ്റ്റ് കൃത്യമായി പരിശോധിച്ചിട്ട് അതിലെ തെറ്റുകൾ തിരുത്താണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ബീഹാറിൽ നടത്തുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് ആയിട്ടുള്ള ആ പ്രക്രിയ ഉണ്ടല്ലോ, റിഫോം പ്രക്രിയ, SIR എന്ന് പറയുന്ന പ്രക്രിയ, ഈ പ്രക്രിയയെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് എതിർത്തുകൊണ്ടിരിക്കുന്നത്? ബീഹാറിലെ വോട്ടർ പട്ടികയിൽ 2024 തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള ബീഹാറിൽ 60 ലക്ഷം വ്യാജ വോട്ടർമാരെയാണ് ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. 22 ലക്ഷം വോട്ടർമാർ ബോഗസ് വോട്ടർമാരാണ്. 7 ലക്ഷം വോട്ടർമാർ മരിച്ചുപോയിട്ടുള്ള വോട്ടർമാരാണ്. അല്ല, അതിൽ തീവ്ര നിലപാടുകൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത്. തീവ്രമായ കൂട്ടിച്ചേരലുകളോ തീവ്രമായ ഒഴിവാക്കലുകളോ ഉണ്ടാകരുത് എന്നുള്ളതാണ്. തീവ്രമായ കൂട്ടിച്ചേരലുകളും വിമർശിക്കപ്പെടും, തീവ്രമായ ഒഴിവാക്കലുകളും വിമർശിക്കപ്പെടും. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് നാലാമത് അങ്ങോട്ട് ചോദിക്കുകയാണ്, പ്രോപ്പറായ അഡ്രസ്സോ പ്രോപ്പറായ പേരോ പോലും ഇല്ലാത്ത വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ച് വേണോ ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കാൻ? 4ാമത്തെ തവണയാണ് ശങ്കുട്ടിദാസ് ഞാനിത് ചോദിക്കുന്നത്. വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ആരുടേതാണ്?
ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം പൊതുസമൂഹത്തിന് പൊതുവിൽ തന്നെയാണുള്ളത്. ഇലക്ഷൻ അല്ല, കമ്മീഷൻ മാത്രമായിട്ട് പൊതുസമൂഹമല്ല വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്, ഇലക്ഷൻ കമ്മീഷനാണ് അതിന്റെ ഏറ്റവും ഉന്നതമായ അധികാരി. അവര് പ്രശ്നമുണ്ട് എന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റ അടക്കം വെച്ച് മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ ഒരു വാക്ക് മിണ്ടുക, ശരി അതിൽ പിഴവുകളുണ്ടെങ്കിൽ പരിശോധിക്കാമെന്ന നിലയെങ്കിലും സ്വീകരിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം എന്തുകൊണ്ടാണ് അത്രയും ഉന്നതമായ ഒരു സമിതിക്ക്, അത്രയും ഉന്നതമായ ഒരു സ്ഥാപനത്തിന് ഉണ്ടാകാതെ പോകുന്നത്? നോക്കൂ, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ട്, അതായത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ സ്വയമാണ് ഡിസ്ക്രെഡിറ്റ് ചെയ്തത്. സ്വന്തം ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സ്ഥാപനത്തിന് സ്വന്തം ഡാറ്റ കുറ്റമറ്റതായി ഒരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിഞ്ഞിട്ടെങ്കിൽ മറ്റാരും അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യേണ്ടതില്ല. അഡ്വക്കേറ്റ് ശങ്കുടിദാസ് തന്നെത്താനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ചർച്ചയിൽ വിജയിക്കുന്നൊന്നുമില്ല. അവരുടെ ഡാറ്റയാണ്, ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റയാണ്, ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റ മുന്നോട്ട് വെച്ച ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ഡാറ്റ ആധികാരികമല്ല എന്ന് പറയുമ്പോൾ ഒന്ന് പരിശോധിക്കാമെന്ന് പോലും നിലപാടെടുക്കാൻ കഴിയാത്ത പരിതാപാവസ്ഥ എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകുന്നതെന്നാണ് ചോദിക്കുന്നത്. അതിനെ ഡിസ്ക്രെഡിറ്റ് എന്ന് പറയുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമായ നിലപാട് പറയാൻ കഴിയുമായിരിക്കും, പക്ഷെ മറ്റാരും അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഉന്നയിക്കുന്നില്ല. സ്വന്തം ഡാറ്റ ഇങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ അതിലൊരു പേര് പോലും സ്വന്തമായി ഇല്ലാത്ത ഡാറ്റ വെച്ചിട്ടാണ് ഇന്ത്യയിൽ ഒരു പൗരൻ വോട്ട് രേഖപ്പെടുത്തേണ്ടതെന്ന് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു കാര്യം മാത്രം നിങ്ങളോട് പറഞ്ഞു. ഇത് രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷൻ രേഖാമൂലം കൊടുത്തിട്ടുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കർണാടക കൊടുത്തിട്ടുള്ള ഒരു രേഖാമൂലം ഉള്ള ഒരു മറുപടിയാണ്. ഈ മറുപടിയിൽ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഡ്രാഫ്റ്റ് ഇലക്ട്രൽ റോൾ given to INC November 2024, final electoral roll given to INC January 2025. After final publication, number of first appeals filed by INC nil, number of second appeals filed by INC nil. അതായത് ഈ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇതിന്റെ മുകളിൽ ഫസ്റ്റ് അപ്പീൽ നിങ്ങൾക്ക് റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുക്കാൻ പറ്റും, ഡിസ്ട്രിക്ട് കളക്ടർക്ക് കൊടുക്കാൻ പറ്റും. കോൺഗ്രസ് ഫയൽ ചെയ്തിട്ടുള്ള ഫസ്റ്റ് അപ്പീൽ 0. അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറുടെ തീരുമാനം നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ അതിന് മുകളിൽ നിങ്ങൾക്ക് ചീഫ് ഇലക്ഷൻ ഓഫീസർക്ക് പരാതി കൊടുക്കാൻ കഴിയും. ശരി, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ സംവിധാനം പരിതാപകരമാണ് എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാം. പക്ഷേ ഇതിന്റെ ഡാറ്റ സംവിധാനവും ഇത് നടത്തുന്ന രീതിയും കൂടി പരിതാപകരമാകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഉത്തരവാദിത്തമുള്ള ഒരു സംവിധാനമല്ല. ആ സ്ഥാപനം എന്ന് പറയുന്നത് പൊതുപണം ഉപയോഗിച്ച് ചെലവഴിക്കുന്ന, അതിനുവേണ്ടി വലിയ തോതിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തെ ഉപയോഗിക്കുന്ന, അതിനുവേണ്ടി എക്സ്ട്രാ പവർ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഉത്തരവാദിത്തം കൂടുതൽ അവിടെ തന്നെയാണ് എന്നാണ് വിചാരിക്കുന്നത്. രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സംഘാടനവും അതിന്റെ സുരക്ഷയും രാജ്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ രീതിയിൽ സ്വയം ഡിസ്ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാതെ പോവുക നിവൃത്തിയില്ലാത്ത ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ക്ഷമാപൂർവ്വം അഡ്വക്കേറ്റ് ശങ്കുടിദാസ്. നിങ്ങൾ ക്ഷമാപൂർവ്വം പറയുന്നുണ്ട്, ക്ഷമയാവുന്നില്ല. അയ്യോ, ഞാൻ അങ്ങയോടും അങ്ങയുടെ പാർട്ടിയോടുമല്ല, ഞാൻ ആ അവസ്ഥയെ കുറിച്ചാണ് വളരെ ക്ഷമാപൂർവ്വം ചിന്തിക്കുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ? പറയും. ഒരു കാര്യം കൂടി, ഫസ്റ്റ് അപ്പീൽ ഫയൽ ചെയ്തിട്ടില്ല, സെക്കൻഡ് അപ്പീൽ ഫയൽ ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനുമില്ലെങ്കിൽ എന്ത് തിണ്ണമെടുക്കും കാണിക്കാമെന്ന് സംവിധാനം വിചാരിക്കുകയാണെങ്കിൽ സോറി പറയുകയല്ലാതെ മറ്റു നിവൃത്തിയില്ല. അഡ്വക്കേറ്റ് ശങ്കുടിദാസ്, നിങ്ങൾ എന്തായി പറഞ്ഞുകൊണ്ട് കഷ്ടമാണെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. അതിൽ ചെയ്യാൻ കഴിയുന്ന ഫോറങ്ങളുണ്ട്. ആ ഫോറങ്ങളൊന്നും നിങ്ങൾ സമീപിച്ചില്ല. ഇലക്ഷൻ കഴിഞ്ഞ് 45 ദിവസത്തിനകം ഹൈക്കോടതിയെ അല്ല, ഇതൊന്നും കഴിഞ്ഞില്ല എങ്കിൽ, ഒരു വർഷത്തിന് ശേഷമാണ് ഒരു ഡാറ്റ കിട്ടുന്നത് എങ്കിൽ, അല്ല പൊട്ടത്തെറ്റി ഡാറ്റ എന്ന പേരിൽ സേവ് ചെയ്ത് വെച്ചിട്ട് അത് പരിശോധിക്കാൻ ഏതാണ്ട് 300 കിലോ പേപ്പർ കൊടുത്തിട്ട് നിങ്ങൾ പരിശോധിക്കുമെന്ന് പറയുമ്പോൾ ഒരു സംവിധാനം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് മറുപടി കിട്ടാതിരുന്നിട്ട് പിന്നീട് അയ്യോ ഇപ്പോഴാണോ നിങ്ങൾ എന്താ അപ്പീൽ കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നതും ഒരു തിണ്ണമെടുക്കുക എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അഡ്വക്കേറ്റ് ശങ്കുടിദാസ്.